കോഴിക്കോടിന് ചുഴറ്റിയെറിഞ്ഞു ശക്തമായ കൊടുങ്കാറ്റ്. ഏതാനും മണിക്കൂറുകളാൽ അതിശക്തമായ കാറ്റാണ് തെക്കൻ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വയനാട്ടിൽ കനത്ത വേനൽ മഴ തുടരുകയാണ്. ഇടിയോടും കാറ്റോടും കൂടിയ മഴയാണ് പെയ്യുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു. അടുത്ത 48 മണിക്കൂറിൽ വടക്ക് പടിഞ്ഞാറ് ദിശയിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്നു. 11-ാം തീയതി വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. എന്നാൽ വടക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിലിറ്റർ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട്, വാഹനങ്ങളിലെ കാഴ്ചകൾക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും താഴ്ന്ന ദേശങ്ങളിലും തീരദേശ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ദേശീയ ദുരന്ത അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ ഇടിമിന്നലിൽ തൊഴിലുറപ്പ് തൊഴിലാളികളായ 32ഓളം പേരുകൾ മഴ ശക്തമായതിനെ തുടർന്ന് ഒരു ഷെഡിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് ഇടിമിന്നലുണ്ടാവുകയും അതിന്റെ പിന്നാലെ ഷെഡിന്റെ മുകളിലേക്ക് വലിയൊരു തീഗോളം വീഴുകയുമായിരുന്നു. എല്ലാവരും സ്തംഭിച്ചു പോയ അവസ്ഥ. 2 പേർക്ക് ബോധം നഷ്ടപ്പെട്ടു. പലരുടെയും ശരീരത്തിൽ പൊള്ളലേറ്റു. 11ഓളം സ്ത്രീകൾക്ക് ശക്തമായി പൊള്ളലേറ്റു. ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഇടിമിന്നൽ കാറ്റുകൾ അപകടങ്ങൾക്ക് കാരണമായേക്കും. വരും ദിവസങ്ങളിലെ കാലാവസ്ഥാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക.